മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം അൽ ബർദിസ്ബ അൽ ബുഖാരി, ഇമാം ബുഖാരി എന്ന മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ യാത്രകൾ നമുക്ക് കാണാം. 10ാമത്തെ വയസ്സിൽ ജനിച്ച നാട് വിട്ട്, പ്രിയപ്പെട്ട കൂട്ടുകാരെ വിട്ട് ദീനു പഠിക്കുന്നതിന് വേണ്ടി മക്കയിലേക്ക് യാത്ര തിരിക്കുകയാണ്. 6 വർഷക്കാലം പ്രിയപ്പെട്ടവരാരുമില്ലാതെ 6 വർഷക്കാലം 10ാമത്തെ വയസ്സിൽ മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടിലിരുന്നു കൊണ്ട് ദീനു പഠിക്കുകയാണ്. 16ാമത്തെ വയസ്സിൽ തന്റെ ഉസ്താദ് പറയുകയാണ്, ആരുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെ മേൽ കൈകൾ വെച്ച, ഹദീസുകളുമായി സംസാരിച്ച ആളുകളുടെ ചരിത്രം മുഴുവൻ ക്രോഡീകരിക്കാൻ ആരു തയ്യാറുണ്ട് എന്ന് ചോദിക്കുമ്പോ 16ാമത്തെ വയസ്സിൽ താരീഖുൽ കബീർ എന്ന വിശ്വവിഖ്യാതമായ ഗ്രന്ഥം മദീനത്തെ റൗളയിൽ നിലാവിന്റെ വെളിച്ചത്തിലിരുന്നു കൊണ്ട് ഇമാം ബുഖാരി എന്ന 16കാരൻ രചിക്കുകയാണ്. പ്രിയമുള്ളവരെ, പിന്നീട് അവിടെ നിന്ന് മഹാനായ ഇമാം ബുഖാരി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ബഗ്ദാദിലേക്കെത്തി, ബസറയിലേക്കെത്തി, കൂഫയിലേക്കെത്തി, ദിമഷ്കിലേക്കെത്തി, അസ്കലാൻ താണ്ടിക്കടന്നു, ഖുറാസാനും നൈസാബൂരും മറുവും മിസ്റും താണ്ടിക്കടന്ന് 36 വർഷക്കാലം ഹദീസിനു വേണ്ടിയിട്ടുള്ള സുദീർഘമായ യാത്രകളാണെങ്കിൽ, പ്രിയമുള്ളവരെ, ദീനു പഠിക്കുന്നതിന് വേണ്ടി ഒരു 3 ദിവസത്തെ പഠനത്തിന് വേണ്ടി നമ്മൾ തിരിച്ച ഈ യാത്ര നമുക്ക് പ്രയാസമായി തോന്നുന്നുവെങ്കിൽ നടക്കണം നമ്മൾ മഹാന്മാരുടെ ചരിത്രത്തിലേക്ക്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ദീനു പഠിക്കുന്നതിന് വേണ്ടി, ദീനിന്റെ വിജ്ഞാനങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി യാത്ര തിരിച്ചത് 50,000 കിലോമീറ്ററുകളാണ്. 50,000 കിലോമീറ്ററുകൾ. അന്ന് കാറില്ല, അന്ന് ബൈക്കില്ല. കോവർ കഴുതപ്പുറത്ത് 80% മരുഭൂമിയുള്ള നാട്ടിൽ ചുട്ടുകൊള്ളുന്ന സൂര്യന്റെ താഴെ തീതുപ്പുന്ന മരുഭൂമികളിലൂടെ 50,000-ഓളം കിലോമീറ്ററുകൾ താണ്ടിയത് വിജ്ഞാനം തേടിയിട്ടാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര യാത്രകൾ നമ്മൾ ചെയ്തു വിജ്ഞാനത്തിന് വേണ്ടി. മഹാനായ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്നും മിസ്റിലേക്ക് ഒരു ഹദീസിനു വേണ്ടി യാത്ര തിരിച്ചത് 1 മാസക്കാലമാണ്. ഒരൊറ്റ ഹദീസിനു വേണ്ടി 1 മാസക്കാലത്തെ യാത്ര. ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു ഒരു ഹദീസിനു വേണ്ടി യാത്ര തിരിച്ചത് 2000 കിലോമീറ്ററുകളാണ്. കാരണം അവർക്കറിയാമായിരുന്നു വിജ്ഞാനം എന്നുള്ളത് ഞങ്ങളുടെ കളഞ്ഞുപോയ സമ്പാദ്യമാണ്. വിജ്ഞാനം എന്നുള്ളത് പ്രവാചകന്റെ അനന്തര സ്വത്താണ്. ഈ യാത്രയിലാണ് മരണമെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴികളിലാണ്. അതുകൊണ്ട് അവർക്ക് യാത്രകൾ പ്രശ്നമായില്ല, വിശപ്പ് പ്രശ്നമായില്ല. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ 5374 ഹദീസുകൾ നമ്മളെ പഠിപ്പിച്ച മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്ന അബൂ ഹുറൈറ. സഹോദരന്മാരെ, ഒരു ഹദീസ് ഒരാൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ, ഒരു ഹദീസ് പറയണമെങ്കിൽ ലോകം കണ്ട മഹാപ്രതിഭയാണ് ആ മനുഷ്യൻ. 5374 ഹദീസുകൾ ലോകത്തെ പഠിപ്പിച്ച മഹാപ്രതിഭ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. സ്വഹാബാക്കൾ പറയുകയാണ്, മദീന പള്ളിയിൽ പ്രവാചകന്റെ മിമ്പറിന്റെയും ആയിഷ ബീവിയുടെ വീടിന്റെയും ഇടയിൽ ബോധം നഷ്ടപ്പെട്ടു വീടുന്ന അബൂ ഹുറൈറയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഓടിച്ചെല്ലുമ്പോ രോഗമാണെന്ന് കരുതി, അപസ്മാരമാണെന്ന് കരുതി അബൂ ഹുറൈറയെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അരികിലേക്ക് എത്തിയപ്പോ അദ്ദേഹത്തിന്റെ മറുപടി വമാ ബി ജുനൂൻ വമാ ഹുവ ഇല്ലൽ ജൂ. സ്വഹാബ, രോഗമല്ല കേട്ടോ, രോഗം കൊണ്ടല്ല അബൂ ഹുറൈറ താഴെ കിടക്കുന്നത്. നിങ്ങൾക്കറിയുമോ, പ്രവാചകന്റെ പിറകെ നടക്കുകയായിരുന്നു വിജ്ഞാനത്തിനു വേണ്ടി. പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് ഇറ്റി വീഴുന്ന വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ കോർത്തെടുക്കാൻ പ്രവാചകന്റെ പിറകെ ചേർന്നു ഞാൻ. ഇല്ലൽ ജൂ, വിശപ്പാണ് സ്വഹാബ, പട്ടിണിയാണ് സ്വഹാബ. വിശപ്പല്ലാതെ അബൂ ഹുറൈറ ബോധം കെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, എത്ര പട്ടിണി കിടന്നു നമ്മൾ, എത്ര വിശപ്പ് സഹിച്ചു നമ്മൾ.